നമസ്കാരം. ഇലക്ഷൻ 2026 കേരള. എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്ന ജില്ല കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, പയ്യന്നൂരും കല്യാശ്ശേരിയും തളിപ്പറമ്പ് ഇരിക്കൂറും അഴീക്കോടും കൂടാതെ കണ്ണൂരും ധർമ്മടവും തലശ്ശേരിയും കൂത്തുപറമ്പും മട്ടന്നൂരും പേരാവൂരും അടങ്ങിയ ഏകദേശം 11ഓളം അല്ലേ 11ഓളം വരുന്ന നിയോജക മണ്ഡലങ്ങൾ അടങ്ങിയ കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ലയിൽ അപ്രമാദിത്വം എപ്പോഴും CPM-നാണ് എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. ഇപ്പോൾ എങ്ങനെയായിരിക്കും ഈ വരുന്ന ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ? മാത്രമല്ല, ഇത് മുഖ്യമന്ത്രിയുടെ ഒരു ജില്ല കൂടിയാണ്. മുഖ്യമന്ത്രിയുടെ നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന ധർമ്മടം ഉൾപ്പെടുന്ന ജില്ലയാണ് കണ്ണൂർ എന്ന് പറയുന്നത്. എന്തായിരിക്കും ധർമ്മടത്തിന്റെ ഒരു സ്ഥിതിവിശേഷം, അല്ലെങ്കിൽ കണ്ണൂരിന്റെ ഒരു സ്ഥിതിവിശേഷം നോക്കാം. നമസ്കാരം സാർ. എന്തായിരിക്കും ഈ കണ്ണൂർ ഉൾപ്പെടുന്ന ഈ ധർമ്മടം ഉൾപ്പെടുന്ന കണ്ണൂരിന്റെ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയുടെ ഒരു പരിച്ഛേദം എന്താണ്? കണ്ണൂർ നേരത്തെ ശ്രീ ഗോപകുമാർ പറഞ്ഞതുപോലെ കണ്ണൂർ എന്ന പേർ കേട്ടാൽ കമ്മ്യൂണിസ്റ്റിനെ ഓർമ്മിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ തവണ വരെയും അങ്ങനെ ആയിരുന്നു. പക്ഷെ അപ്പോൾ പോലും നമ്മൾക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, കണ്ണൂർ കോർപ്പറേഷൻ എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസ് കയ്യിൽ ഒരൊറ്റ കോർപ്പറേഷൻ മാത്രം കിട്ടുമ്പോൾ പോലും അത് കണ്ണൂരിനാണ്. കണ്ണൂരിൽ തുടർച്ചയായി എത്രയോ വർഷം കണ്ണൂരിന്റെ MP അത് കോൺഗ്രസ് ആണ്. എന്നാലും ജില്ല മൊത്തത്തിൽ എടുക്കുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് ജില്ല എന്ന് പേരുണ്ട്. ഇപ്പോഴും 11 സീറ്റിൽ 9 സീറ്റ് LDF-ഉം 2 സീറ്റ് UDF-ഉമായിട്ടാണ് നിൽക്കുന്നത്. KPCC മുൻ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ 9-2. അതില് KPCC-യുടെ മുൻ പ്രസിഡന്റും നിലവിലെ പ്രസിഡന്റും പ്രതിനിധീകരിക്കുന്ന ജില്ലയാണ് കണ്ണൂർ. ആ അർത്ഥത്തിൽ അത് കോൺഗ്രസിന്റെ ജില്ലയാണ് എന്ന് ചരിത്രം തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ജില്ലയും കൂടിയായിട്ട് നമുക്കതിനെ കാണേണ്ടതായിട്ട് വരും. ഇപ്പോ പയ്യന്നൂർ മുതൽ ആരംഭിക്കാം. പയ്യന്നൂർ എന്ന് കേൾക്കുമ്പോഴേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ നടക്കുന്ന ശ്രീ കുഞ്ഞികൃഷ്ണന്റെ ധൻരാജ് രക്തസാക്ഷി, അതായത് മരിച്ചവനെ വിറ്റ് കാശാക്കുക, ജീവിച്ചിരിക്കുന്നവനെ പലപ്പോഴും വിറ്റ് കാശാക്കാറുണ്ട്. മരിച്ചവന് വേണ്ടി പിരിച്ച പണം അടിച്ചു മാറ്റുന്നവരെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ എന്നുള്ള അദ്ദേഹത്തിന്റെ ചോദ്യം മർമ്മത്തിലാണ് കൊള്ളുന്നത്. അതുപോലെ BJP-യുമായി രാഷ്ട്രീയപരമായ തർക്കങ്ങൾ ഉണ്ടായി ഒരുപാട് രക്തസാക്ഷികൾ, ഒരു പ്രയോജനവും കിട്ടാതെ കുടുംബ അനാഥമായി പോയ ഒരുപാട് രക്തസാക്ഷികൾ. കൂത്തുപറമ്പിലെ 5 പേർ, 6ാമത്തെ പുഷ്പൻ, ഇവരൊക്കെ അവരുടെയൊക്കെ ആത്മാക്കൾക്ക് തിരിച്ചു വരാനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കി കൊടുത്താൽ എന്തായിരിക്കും കണ്ണൂരിൽ നടക്കാൻ പോകുന്നതെന്നും കൂടി നമുക്ക് കാത്തിരുന്ന് കാണണം. പയ്യന്നൂരിൽ TI മധുസൂദനൻ നിലവിലെ MLA ധനരാജ് ഫണ്ടിനെ കരുവന്നൂർ ബാങ്കും പോയിട്ട് അടിച്ചു മാറ്റിയത് എവിടെ തൊട്ടാണെന്നുള്ളത് നോക്കുക. പയ്യന്നൂരിലല്ല ഈ വിഷയങ്ങളൊക്കെ അങ്ങനെ പ്രതിഫലിച്ചാൽ പയ്യന്നൂരിൽ UDF-ന്റെ പിന്തുണയോടുകൂടിയുള്ള കുഞ്ഞികൃഷ്ണൻ ജയിക്കും എന്ന് തന്നെയാണ്. കാരണം അല്ലെങ്കിൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ പയ്യന്നൂർ കുഞ്ഞികൃഷ്ണൻ സ്വതന്ത്രൻ, UDF സ്വതന്ത്രൻ ജയിക്കും എന്ന് തന്നെ നമ്മൾക്ക് കണക്ക് കൂട്ടാം. അടുത്ത കല്യാശ്ശേരി നിലവില് വിജിനാണ് SFIയുടെ, അതെ, CPM-ന്റെ. രാജീവൻ എന്ന ആളാണ് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത്. കല്യാശ്ശേരി CPM-ന് തന്നെ കിട്ടിയേക്കാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല. അടുത്തത് തളിപ്പറമ്പാണ്. തളിപ്പറമ്പിൽ ഈ പറഞ്ഞതുപോലെ PK ശ്യാമള, ആ PK ശ്യാമളയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി. നമ്മളുടെ MP ഗോവിന്ദന്റെ, അതും ഗോവിന്ദനാണ്. MP ഗോവിന്ദൻ മാറിക്കൊടുത്ത ഭാര്യയ്ക്ക് പുതിയ കീഴ്വഴക്കങ്ങളാണ്. മരിച്ചാൽ മക്കൾക്കോ ഭാര്യയ്ക്കോ കൊടുക്കുന്നതിനെ ആക്ഷേപിക്കുന്നവർ ഈ ജീവിച്ചിരിക്കുന്നവരുടെ പേര് സ്മാരകം പണിയുന്നതിന് തുല്യമായി പോയി. മരിച്ചാൽ സ്മാരകം പണിയാം, അതുപോലെ ജീവിച്ചിരിക്കുന്നപ്പോൾ തന്നെ ഞാൻ മാറിയാൽ ഭാര്യ എന്നുള്ള നിലയിലേക്ക് കോൺഗ്രസിനെയൊക്കെ പണ്ട് ആക്ഷേപിച്ചവർ ഇപ്പോൾ അതിനെ കടത്തി വെട്ടിക്കൊണ്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് ആ തളിപ്പറമ്പിൽ TK ഗോവിന്ദന് ഒരു സാധ്യത തീർച്ചയായിട്ടും. കാരണം PK ശ്യാമളയ്ക്ക് പുറത്ത് നേരത്തെ ഉള്ള ആന്തൂർ സാജൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ അവിടെ നിൽപ്പുണ്ട്. അന്ന് മുതലേ ഉള്ള മറ്റു പല കാര്യങ്ങളും നമ്മൾക്ക് അറിയാം. പിന്നെ കണ്ണൂർ ജില്ലയിലെ PP ദിവ്യയുടെ വിദ്യയും ഒക്കെ എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ PK ശ്യാമളയ്ക്ക് സാധ്യത കുറവായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അടുത്ത ഇരിക്കൂർ. അതെ, ഇരിക്കൂർ സജി ജോസഫ് ഇപ്പോൾ MLA ആണ്. ആകെ 2 സീറ്റ്
കിട്ടിയതിൽ ഒരു സീറ്റ് സജീവ് ജോസഫാണ്. അദ്ദേഹം അത് നിലനിർത്തുക തന്നെ ചെയ്യും. അത് മാത്രമല്ല അവിടെ പണ്ട് ഇദ്ദേഹം കെ.സി. ജോസഫ് സ്ഥിരമായിട്ട് മത്സരിച്ച് അതെ, വിജയിച്ച അതൊരു കുടിയേറ്റ മേഖലയാണ്, മലയോര മേഖല. ക്രിസ്ത്യൻ മലയോര മേഖലയാണ്. അത് കോൺഗ്രസിന്റെ ഒരു ഉറച്ച സീറ്റാണ്. അതുകൊണ്ട് അത് അദ്ദേഹം നിലനിർത്തും. അടുത്തത് അഴീക്കോടാണ്. അഴീക്കോട് UDFന് കരീം ചേലേരി ആണ് മത്സരിക്കുന്നത്. അവിടെ അത്രയും വലിയ ഒരു സാധ്യത, ഞാൻ ജയിക്കാനുള്ള ഒരു സാധ്യത കാണുന്നില്ല സാധാരണഗതി. കണ്ണൂരിലേക്കാണെങ്കിൽ കണ്ണൂരിൽ ഇത്തവണ അത്ഭുതം ഉണ്ടാകും. ഈ സ്ഥാനാർത്ഥികളിൽ മാത്രമല്ല വിസ്മയം, ഇത്തവണ പാർട്ടിയിലെ പടലപ്പിണക്കങ്ങളും അല്ല, ഇത്തവണത്തെ ചില അട്ടിമറി പരാജയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതിൽ ഒന്നാണ് കടന്നപ്പള്ളി. അദ്ദേഹവും നേരത്തെ ശ്രീ AK ശശീന്ദ്രന്റെ കാര്യം പറഞ്ഞതുപോലെ മാറിക്കൊടുക്കേണ്ട വ്യക്തിയാണ്. അത് ചെയ്യാത്തത് വളരെ കഷ്ടമാണ്. LDF അത് മാറാൻ പറയാത്തത് അതിനേക്കാൾ കഷ്ടം. തീർച്ചയായും അതിന്റെ ഒരു തിരിച്ചടി തീർച്ചയായിട്ടും TO മോഹൻ പഴയ മേയറാണ്. അവിടെ K സുധാകരൻ മത്സരിക്കുമെന്ന് മാധ്യമങ്ങളും ഒരു വിഭാഗവും ഒക്കെ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു സീറ്റാണല്ലോ കണ്ണൂർ. അവിടെ K സുധാകരൻ പാറ പോലെ അടിയുറച്ച് TO മോഹനെ ഞാൻ വാക്കുപാലിച്ചു എന്നാണ് അദ്ദേഹത്തിന് ഷാളിട്ട് കൊടുത്തിട്ട് പറഞ്ഞത്. അടുത്ത ജയിപ്പിക്കും എന്നുള്ളൊരു വാക്കും കൂടി കൊടുത്തിട്ടുണ്ട്. അതും മിക്കവാറും പാലിക്കും. ആ രീതിയിൽ കണ്ണൂർ തിരിച്ചു പിടിച്ചെടുക്കും. ഇപ്പൊ കണ്ണൂർ കോർപ്പറേഷനും കണ്ണൂരിലെ MP മാത്രമല്ല, കണ്ണൂരിലെ MLAയും കൂടി കോൺഗ്രസിനായി ഹാട്രിക് അടിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കണ്ണൂരിൽ നമ്മൾ കാണുന്നു. അടുത്തതാണ് പിണറായി വിജയൻ ധർമ്മടം. അത് നമ്മൾക്ക് എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിനെ കുറിച്ചാണ് ഏറ്റവും വലിയ ആക്ഷേപം. പിണറായി വിജയൻ 3.0 എന്നൊക്കെ ഉള്ളത് അതിര് കടന്നാണെന്നൊക്കെ പറഞ്ഞാലും രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹം പരാജയപ്പെടുമെന്ന് പറയാൻ ഞാനാളല്ല. അങ്ങനെ സംഭവിച്ചാൽ പോലും അത് അദ്ദേഹത്തിന്റെ നിർഭാഗ്യം എന്ന് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. അല്ലാതെ രാഷ്ട്രീയ സാഹചര്യത്താൽ അദ്ദേഹം അവിടെ തോക്കുമെന്ന് ഒരിക്കലും പറയും. ഭൂരിപക്ഷം കൂടുന്നെങ്കിലും അത്രേ ഉള്ളൂ. അതുപോലെ തലശ്ശേരി കാരായി രാജൻ. ഈ കാരായി രാജന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ തന്നെ വലിയ ഒരു വിവാദമുണ്ട്. മറ്റേ ഫസൽ എന്ന് പറയുന്ന മരണപ്പെട്ട രക്തസാക്ഷിയുടെ മാതാവ് ഒരു കാരണവശാലും പൊറുക്കാൻ കഴിയില്ല എന്ന് പറയുകയും ആ പ്രസ്താവനയോടുകൂടി പെരിയ കൊലക്കേസിലെ ശരത് ലാൽ, കൃപേഷ്, ഫസല്, അരിയൽ ഷുക്കൂർ, മട്ടന്നൂർ ഷുഹൈബ്, എത്ര രക്തസാക്ഷികളുടെ ഒരു ശൃംഖലയാണ് ഇങ്ങ് വരുന്നത്. അതൊക്കെ കൂടി അദ്ദേഹത്തിന് ചിലപ്പോൾ തിരിച്ചടി ഉണ്ടായേക്കാം. തലശ്ശേരിയിൽ ഒരു അട്ടിമറി സംഭവിച്ചേക്കാം എന്ന് കണക്കുകൂട്ടും. അങ്ങനെയാണെങ്കിൽ അവിടെ UDF വിജയിക്കും. UDFന്റെ KP സാജു അവിടെ ജയിച്ചേക്കാൻ സാധ്യതയുണ്ട്. അടുത്ത കൂത്തുപറമ്പാണ്. കൂത്തുപറമ്പ് പ്രസിദ്ധമായ പ്രദേശമാണ്. അവിടെ PK പ്രവീണാണ് CPMന് വേണ്ടി മത്സരിക്കുന്നത്. രക്തസാക്ഷികളുടെയൊക്കെ സ്ഥലമാണ്. നമ്മളുടെ പുഷ്പൻ മരിച്ചിട്ടുള്ള ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. എല്ലാം അവിടെ പ്രചരണ വിഷയമൊക്കെ ആകും. അവിടെയുള്ള ഏറ്റവും വലിയ ഒരു ശ്രദ്ധേയമാക്കുന്നത്, ആ മണ്ഡലത്തെ ഇപ്പോൾ ശ്രദ്ധേയമാക്കുന്നത് മുസ്ലിം ലീഗിന്റെ ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ്. മുസ്ലിം സമുദായത്തിൽ പെടാതെ മുസ്ലിങ്ങളുടെ ഹിന്ദു സ്ഥാനാർത്ഥി, മുസ്ലിങ്ങളുടെ വർഗീയത കൊണ്ട് ശ്വാസം മുട്ടി ഭരിക്കുന്നെന്ന് വെള്ളാപ്പള്ളി പറയുമ്പോൾ ജയന്തി രാജൻ, ആ ജയന്തി രാജനെ അവർ സ്ഥാനാർത്ഥിയാക്കുന്നു. അപ്പൊ രണ്ട് കാര്യങ്ങളാണ്. മുസ്ലിം സമുദായത്തിൽ നിന്നല്ലാതെ ഉള്ളവരെ സ്ഥാനാർത്ഥിയാക്കുമെന്നുള്ളതിന്റെ തെളിവുമായി, സ്ത്രീകളെ സ്ഥാനാർത്ഥിയാക്കുമെന്നുള്ള തെളിവുമായി വെള്ളാപ്പള്ളിയുടെ ആ പരാമർശങ്ങളെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഉള്ള ഒരു സ്ഥാനാർത്ഥിത്വമാണ്. അവിടെ അവർക്ക് ജയിക്കാൻ ആ അർത്ഥത്തിൽ ഒരു ഉൽപ്പതിഷ്ണുക്കൾ ഒക്കെ ആണ് ആ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരെങ്കിൽ അവർ ജയിക്കാനുള്ള സാധ്യത ഞാൻ കാണും. അപ്പോൾ UDFന്റെ ഒരു സീറ്റായിട്ട് കാണും. അടുത്ത മട്ടന്നൂർ, പ്രസിദ്ധമായ മട്ടന്നൂർ. EP ജയരാജൻ, അതേപോലെ KK ശൈലജ തുടങ്ങി റെക്കോർഡ് ഭൂരിപക്ഷത്തിലൊക്കെ ജയിച്ച് അടുത്ത വനിതാ മുഖ്യമന്ത്രി വരെ ഉണ്ടായേക്കാം എന്നൊക്കെ കണക്ക് കൂട്ടിയ സ്ഥലത്ത് അങ്ങനെ ഇനി അവിടെ നിന്നും ആ ഉറച്ച സീറ്റിൽ നിന്നും അങ്ങനെ ജയിച്ചു വന്ന് ഞങ്ങൾക്കാർക്കും ഒരു ഭീഷണിയാകണ്ട എന്നുള്ളത് കൊണ്ട്, ഈ ഞെക്കിക്കൊല്ലാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് നക്കിക്കൊല്ലാം എന്ന മറ്റൊരു മാർഗവും കൂടി ഉണ്ട് എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കി ഒരു പരീക്ഷണം. കിട്ടിയാൽ കിട്ടി, നമ്മുടെ മറ്റേ എന്താണ്, കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്നൊക്കെ ട്രോളിക്കൊണ്ട് പലതും വരുന്നുണ്ട്. അത് എന്തായാലും അവിടെ നമ്മുടെ സനോജാണ് മത്സരിക്കുന്നത്. അവിടെ അവർക്കൊരു സാധ്യത മട്ടന്നൂരിൽ നമ്മൾക്ക് കൊടുക്കാം. LDFന്. പേരാവൂരിൽ സണ്ണി ജോസഫ് ജയിക്കും എന്ന് പറയുമ്പം പിന്നെ തോക്കുന്ന ആരാണെന്ന് എടുത്ത് പറയണ്ട. ചത്തത് കീചകനെങ്കിൽ
കൊന്നത് ഭീമൻ എന്ന് പറയുന്ന പോലെ ജയിക്കുന്ന സണ്ണി ജോസഫ് എങ്കിൽ തോക്കുന്നത് കെ ശൈലജ ടീച്ചറാണ്. അപ്പൊ കെ ശൈലജ രാഷ്ട്രീയ ജീവിതം ഇതോടുകൂടി അവസാനിക്കും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അത് തന്നെയാണ് അല്ലെങ്കിൽ ലക്ഷ്യം അതാണ്. അതായത് ഒരു പഴയ VS അച്യുതാനന്ദന്റെ പുതിയ പതിപ്പ്. അച്യുതാനന്ദനെ മാരാരിക്കുളത്ത് എങ്ങനെയാണോ സഹായിച്ചത് അതേ രീതിയിൽ ഇവിടെ ശൈലജ ടീച്ചറിനെ സഹായിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇതാണ് ഒരു നമ്മൾക്കൊരു കണ്ണൂർ ജില്ലയെ കുറിച്ച് പറയാൻ കഴിയുന്നത്. ഇപ്പൊ താങ്കൾ പറഞ്ഞനുസരിച്ചാണ് പയ്യന്നൂരിൽ UDF മത്സരിച്ച് വിജയിക്കാനുള്ള സാധ്യതയുണ്ട്, തളിപ്പറമ്പിൽ UDF വിജയിക്കാനുള്ള സാധ്യതയുണ്ട്, ഇരിക്കൂറിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്, കണ്ണൂരിൽ വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട്, തലശ്ശേരിയിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്, കൂത്തുപറമ്പിൽ UDF വിജയിക്കാനുള്ള സാധ്യതയുണ്ട്, പേരാവൂരിൽ വിജയിക്കാനുള്ള സാധ്യത. അങ്ങനെ ഏകദേശം 7 നിയോജക മണ്ഡലങ്ങളിൽ UDF വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട്. പറഞ്ഞു വെക്കുന്നതിൽ LDF എന്ന് പറയപ്പെടുന്ന കല്യാശ്ശേരിയിൽ LDF, കൂടാതെ അഴീക്കോട് LDF, ധർമ്മടത്ത് LDF, മട്ടന്നൂരിൽ LDF. ഇങ്ങനെയാണ് താങ്കൾ 4 മണ്ഡലങ്ങൾ പറയുന്നത്. 7, 4, 11 മണ്ഡലങ്ങളാണ്. 7 UDFനും LDFന് 4 സീറ്റുകളുമാണ് പറയുന്നത്. ഇതാണ് താങ്കളുടെ ഒരു വാദം. അതിനകത്ത് ഞാൻ നോക്കിയിട്ട് പയ്യന്നൂരിൽ താങ്കൾ പറഞ്ഞ UDFന്റെ ആ ഒരു സ്ഥലത്ത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 50-50 ചാൻസ് ആണ്. അവിടെ കുഞ്ഞികൃഷ്ണൻ എന്നുള്ളത് വിജയിക്കേണ്ട സ്ഥാനാർത്ഥിയൊക്കെ ആയിരിക്കാം, പക്ഷേ അത് എത്രത്തോളം ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. കാരണം ഞാൻ പറയുമ്പോൾ ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഭൂമികയാണ്. അവിടെ നിന്ന്, അതായത് കണ്ണൂർ പോലുള്ള സ്ഥലത്ത് കണ്ണൂരിന്റെ ഭൂമികയാണ്. അവിടെ പയ്യന്നൂർ പോലുള്ള ഇടത്ത് കമ്മ്യൂണിസ്റ്റിൽ നിന്ന് മാറി ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ആൾക്കാരുടെ എണ്ണം കുറവാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്ത് ഒരു ശീലം, ഒരു പാരമ്പര്യം അവർ കൊണ്ടുതാനും. അപ്പൊ അതുകൊണ്ട് തന്നെ പയ്യന്നൂരിൽ ഒരു 50-50 ചാൻസ് പറയുന്നു. അതിനകത്ത് മേൽക്കൈ LDFനാണ്. അതുകൊണ്ട് ഞാൻ പയ്യന്നൂർ LDFനോടൊപ്പം നിൽക്കുന്നു, കല്യാശ്ശേരി LDFനോടൊപ്പം. പിന്നൊന്ന് അടുത്ത താങ്കൾ പറഞ്ഞ പോലെ തളിപ്പറമ്പിലും ഞാൻ 50-50 ചാൻസ് ആണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടവും ഈ പറയുന്ന പോലെ ഒരു LDFലേക്ക് എത്തുവാനുള്ള സാധ്യത. കാരണം TK ഗോവിന്ദനെ മാറ്റി അവിടെ ശ്യാമളയ്ക്കാണ് സാധ്യത എന്ന് തോന്നുന്നു. പറയാൻ പറ്റില്ല, പക്ഷെ അതിനേക്കാളിലേറെ വലിയ പ്രതീക്ഷകളുള്ള ഒരു മത്സരം നടക്കുന്ന സ്ഥലമാണ് തളിപ്പറമ്പ്. കാരണം TK ഗോവിന്ദൻ അവരുടെ വളരെ സീനിയർ ആയിട്ടുള്ളൊരു CPMന്റെ നേതാവാണ്. മാത്രമല്ല അദ്ദേഹത്തിനോടൊപ്പം ആളുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ തളിപ്പറമ്പിന്റെ സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഇരിക്കൂറിൽ UDFനെ മത്സരിച്ച് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അഴീക്കോട് പക്ഷേ LDFന് സാധ്യത ഉള്ളത് തന്നെയാണ്. കണ്ണൂർ താങ്കൾ പറഞ്ഞ പോലെ അതും UDFന് അനുകൂലമായിട്ടുള്ള ഒരു കോട്ട തന്നെയാണ്. അതിലങ്ങനെ തന്നെയാണ് കാണുന്നത്. പക്ഷേ ധർമ്മടത്ത് അത് LDFനാണ്. പക്ഷെ തലശ്ശേരി, താങ്കൾ പറഞ്ഞ തലശ്ശേരിയിൽ ഞാൻ LDFനോടൊപ്പം നിൽക്കുകയാണ്. കൂത്തുപറമ്പിലും ഞാൻ UDFന് കൊടുക്കുന്നില്ല, പകരം ഞാൻ LDFനോടൊപ്പമാണ്. മട്ടന്നൂരിൽ LDF തന്നെയാണ്. ഈ പറഞ്ഞ പേരാവൂരിൽ UDFന്റെ സാധ്യതകളും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ വരുമ്പോൾ ഏകദേശം 2, 3, 4, 5, 6, 7 ഉറച്ച സീറ്റുകളും LDFന് കിട്ടും. പിന്നെ ഒന്ന് 50-50 ആണ്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ 4 സീറ്റുകൾ കോൺഗ്രസിന് ലഭിക്കാനുള്ള സാധ്യത. ഇതാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. പക്ഷെ അത് എത്രത്തോളം പൂർണ്ണമായിട്ടും വിജയിക്കുമെന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ എങ്കിലും LDFന് 7 സീറ്റുകളും 4 സീറ്റ് UDFന് ലഭിക്കുക എന്നുള്ളത്, അത് വേണമെങ്കിൽ ചിലപ്പോൾ 6-5 എന്നുള്ള തരത്തിലേക്ക് എത്തപ്പെടാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ 8-3 എന്നുള്ള തരത്തിലേക്കും എത്തപ്പെടാം. ഇതായിരിക്കും എനിക്ക് തോന്നുന്നത് അവിടെ നിന്നുള്ളൊരു കണക്ക്. താങ്കൾ പറഞ്ഞ UDFന് 7 LDFന് 4. ഞാൻ LDFന് തിരിഞ്ഞു, അതെ, LDFന് 7 പറയുന്നു, UDFന് 4 പറയുന്നു. പക്ഷെ അതിനകത്ത് വരാൻ സംഭവിക്കാൻ പോകുന്നത് ചിലപ്പോൾ UDFന്റെ ഒരു 5 സീറ്റ് ലഭിച്ചേക്കാം, 6 സീറ്റ് LDFനും ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയേക്കാം എന്നുള്ളതാണ്. ഇതൊക്കെ വെറുതെ നമുക്കൊരു കണക്കുകൂട്ടലുകൾ മാത്രമാണ്. എങ്കിലും ഈ ഒപ്പത്തിനൊപ്പം. അപ്പൊ കണക്കുകൂട്ടലുകൾക്ക് ഒപ്പം തന്നെ ചില അവിടുത്തെ സാഹചര്യങ്ങൾ കൂടി, ആ സർക്കംസ്റ്റൻസസ് കൂടി മനസ്സിലാക്കി പ്രാദേശികമായിട്ടുള്ള ഒരു ഇടപെടലുകളൊക്കെ ഉണ്ടാകും. മാത്രമല്ല പിന്നെ ഈ ഭരണവിരുദ്ധ വികാരം, അതിന് CPM ആയാലും കോൺഗ്രസ് ആയാലും ആര് ഭരിച്ചാലും ഒരു നിഷ്പക്ഷ വിഭാഗമുണ്ട്. അവർ വോട്ട് ചെയ്ത് ഏത് സമയത്തും മറ്റുള്ള ഒരു വികാരം, അതായത് ഈ ഭരണവിരുദ്ധ ആന്റി ഇൻകംബൻസി ഉണ്ടാകുമ്പോൾ അതിനോട് യോജിച്ച് പ്രവർത്തിക്കുകയും ഒപ്പം തന്നെ ഈ വിലക്കയറ്റം അതുപോലുള്ള സാധ്യതകളൊക്കെ വലിയ ചർച്ചാ വിഷയമാവുകയും ചെയ്യുമ്പോൾ പുതിയൊരു സർക്കാർ വരട്ടെ എന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം അവിടങ്ങളിലൊന്നും BJPയിലേക്ക് ഡിവൈഡ് ചെയ്ത് പോകാൻ വലുതായിട്ടില്ല. ഇല്ല. അത് UDFന് ഒരു പ്ലസ് ആണ്. അതുകൊണ്ടാണ് മിക്കവാറും ഞാൻ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ചില സീറ്റുകളിൽ വീണ്ടും ഒരു അട്ടിമറിയും വിസ്മയം ഒക്കെ നടന്നേക്കാം. അങ്ങനെയാണെങ്കിലും അത്ഭുതപ്പെടാനില്ല. കണ്ണൂരിലും ചില സാധ്യതകൾ, കാരണം കണ്ണൂർ എന്ന് പറയപ്പെടുന്നത് ഞാൻ പറഞ്ഞ പോലെ ഈ LDFന്റെ കോട്ടയാണ്. അതുകൊണ്ടാണ്. പക്ഷെ എങ്കിലും ആ കോട്ടയൊക്കെ മറിച്ചിടുവാനുള്ള കരുത്ത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ UDFനുണ്ട് എന്നുള്ളതാണ്. ആ ടീം UDF കുറച്ചുകൂടെ ശക്തമാണെങ്കിൽ എൻ്റെ ഈ വാദങ്ങളെല്ലാം ബാലിശമായി പോകുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം UDFന് 4 എന്നുള്ളത് ചിലപ്പോൾ UDF ചിലപ്പോൾ 8 സീറ്റുകൾ അല്ലെങ്കിൽ 9 സീറ്റുകൾ നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ്. നമുക്ക് അടുത്ത ഒരു മണ്ഡലത്തിലേക്ക് പോകാം.